പ്രേക്ഷകർക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ദുരന്തമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനമായ മുണ്ടക്കയിലെ പുഞ്ചിരിമട്ടത്തുള്ള ജുമാ മസ്ജിദാണ്. ഈ ജുമാ മസ്ജിദിന് മുൻപിലൂടെയാണ് ഈ ഇത്തരത്തിൽ വലിയ തോതിൽ മലയിൽ നിന്ന് ഒലിച്ചു വന്ന വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി തുടച്ചു നീക്കിപ്പോയത്. ഇന്നലെയാണ് ഈ പള്ളിയിലുണ്ടായിരുന്ന ഇമാമായ ഉസ്താദിന്റെ മൃതദേഹം പള്ളിക്കകത്തു വെച്ച ഈ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, നിരവധി രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി ആണ് ഇവരിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത്. നിരവധി വീടുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ്. നേരത്തെ ഈ കന്നുകാലി ഫാമിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്ന ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാഥനില്ലാതെയുള്ള ഈ കന്നുകാലികളെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് എതിർഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നത്. ഈ എതിർഭാഗത്ത് കാണുന്ന പ്രദേശത്തോടു കൂടി പുഴ ശക്തമായി തന്നെ പുതിയതായി രൂപം കൊണ്ട ഈ പുഴ ഒഴുകുന്നു. ആ ഭാഗത്ത് ഇപ്പോൾ കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് നേരത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, നിരവധി കടകൾ ഉണ്ടായിരുന്നു, പാടികൾ ഉണ്ടായിരുന്നു. ആ പാടികളെല്ലാം ഇവിടെ നിന്ന് ഒലിച്ചുപോയി. ഇന്നലെ ഇവിടെ നിന്ന് 10-ലധികം മൃതദേഹങ്ങൾ NDRFും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഭാഗത്തുള്ള പാടികളിൽ നമ്മൾ ഈ സംഭവം ദുരന്തം നടന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് പാടിക്ക് സമീപമുള്ള വലിയ ഒരു മരത്തിനടിയിൽ 2 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സും NDRFും സ്ഥലത്തെത്തി ഇവിടെ നിന്ന് ആണ് അവരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചത്. വിഷമകരമായ ഒരു കാര്യം, നമ്മൾ ഈ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് വലിയ തോതിൽ ഈ മൃതശരീരങ്ങളുടെ അഴുകിയ ദുർഗന്ധം ഈ മേഖലയിലേക്കുണ്ട്. ത്രിവാലി റിസോർട്ടിൽ അകപ്പെട്ട ആളുകളെ ഈ മേഖലയിൽ, അതായത് ഈ പള്ളിയുടെ പുറകിലുള്ള ഈ വഴിയിലൂടെയാണ് രക്ഷപ്പെടുത്തിയത്. നമ്മുടെ ക്യാമറ അസിസ്റ്റന്റ് ഷാൻ ശ്രദ്ധിക്കണം, ആ ഭാഗത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗത്തു കൂടിയാണ് 100ഓളം ആളുകളെ ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എത്തിച്ച് അവരെ ചൂരൽമലയിലെത്തി ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ റോപ്പുകളും ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ഈ മുണ്ടക്കയിലെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ദുരന്തമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഭാഗത്തോടു കൂടി, അതായത് ഈ കുന്ന് കയറി ഈ മുസ്ലിം ജുമാ മസ്ജിദിന് പിന്നിലൂടെയുള്ള വഴിയിലൂടെയാണ് ഈ പുഞ്ചിരിമട്ടത്തിലെ ട്രീ വാലി എസ്റ്റേറ്റിലെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ആ പ്രദേശം. ആ ഭാഗത്ത് നിന്ന് വാർഡ് മെമ്പർ നൂറുദ്ദീന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇവരെ പുറത്തേക്ക് എത്തിച്ചത്. ഏകദേശം 100-ലധികം ആളുകൾ ട്രീവാലി റിസോർട്ടിൽ നിന്ന് ഈ വഴിയിലൂടെയാണ് ചൂരൽമലയിലെ ആ ഭാഗത്തേക്ക് നീങ്ങിയത്.